തിരുവനന്തപുരം സ്റ്റൈൽ ബോളിയും പാലട പ്രഥമനുമാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ട്രിവാൻഡ്രം സ്റ്റൈൽ ബോളി എന്ന് പറയുമ്പം പഞ്ചസാരയും കടലപ്പരിപ്പും വെച്ചാണ് തയ്യാറാക്കുന്നത്. വളരെ സോഫ്റ്റുമാണ്. തൊട്ടാൽ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞും പോകും. അത്രയ്ക്ക് സോഫ്റ്റാണ് ബോളി. എങ്ങനെയാണ് ഈ ബോളി തയ്യാറാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബോളിയുടെ കൂടെ വളരെ സ്പെഷ്യലായിട്ടുള്ള കോമ്പിനേഷനാണ് പാൽപ്പായസമോ പാലട പ്രഥമനോ. പാലട പ്രഥമൻ നമുക്ക് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ട്രിവാൻഡ്രം സ്റ്റൈൽ ഏറ്റവും സ്പെഷ്യൽ കോമ്പിനേഷനാണ് ബോളിയും പാലട പ്രഥമനും. ആദ്യം ബോളിക്ക് ഒരു 1.5 ഗ്ലാസ് മൈദയിൽ ശകലം ഉപ്പും മഞ്ഞ കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. വെള്ളം ഒഴിച്ച് ശകലം ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കയ്യിൽ കുറച്ച് ഒട്ടിയിരിക്കുന്ന ആ പരുവത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കുക. അതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുക്കുമ്പം മൈദ മാവ് നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. നമ്മളത് 2 മണിക്കൂർ എണ്ണ തൂത്ത് വെച്ചിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്താൽ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതി വരെ കുഴച്ചെടുക്കുക. അപ്പം മാവ് നല്ല മയം കിട്ടുകയും ചെയ്യും. ഇത് ആ പാത്രത്തിൽ നന്നായിട്ടൊന്ന് പരത്തി വയ്ക്കുക. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തിയിട്ട് മുകളിൽ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ എത്രയാണോ ഒന്ന് മുതക്ക വയ്ക്കാനായിട്ട് എത്ര എണ്ണ വേണോ അതനുസരിച്ച് എണ്ണ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒഴിച്ച് ഒന്ന് പരത്തിയിട്ട് ഈ മാവിൻ്റെ കൂട്ട് ഒരു 2 മണിക്കൂറോളം മാറ്റി വയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മയപ്പെട്ട് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. നമുക്കത് വലിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതുപോലെ 2 മണിക്കൂർ അല്ല 3 മണിക്കൂർ മാവ് മാറ്റി വെച്ച് മയപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ. ഇനി അത് അകത്തുള്ള പൂർണ്ണം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ 1 ഗ്ലാസ് കടലപ്പരിപ്പ്, ഇത് സാധാരണ മേടിക്കുന്ന കടലപ്പരിപ്പാണ്. അത് വറുക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ 3.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഏത് ഗ്ലാസ്സാണോ അളവിനെടുക്കുന്നത് അതേ ഗ്ലാസ്സിലാണ് മാവും കടലപ്പരിപ്പും പഞ്ചസാരയും ഒക്കെ അളക്കുന്നത്. ഇത് അടച്ചു വെച്ച് ഒരു 4 വിസിലോളം വേവിച്ചെടുക്കുക. കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കണം, എന്നാൽ ഒരുപാട് കുഴയാനും പാടില്ല. ഇതുപോലെ ഉതിരുതിരായിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ നമ്മൾ തൊടുമ്പം നന്നായിട്ട് ഇതുപോലെ മഷി പോലെ ആവുകയും വേണം. ആ രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പം 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കുക. വെള്ളം ഇതുപോലെ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം വാലാനായിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് ചൂടോടുകൂടെ തന്നെ ഒരു തവി വെച്ച് ഇത് ആ അരിപ്പയിൽ വെച്ച് തന്നെ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ഒട്ടും തരിയില്ലാതെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഗ്രൈൻഡറിലോ മിക്സിയിലോ അരച്ചെടുക്കുക. ഇതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതേ അരിപ്പയിൽ തന്നെ ഇതുപോലെ തേച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ഒട്ടും പൂർണ്ണത്തിൽ ഒരു തരിയും വരാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ മഷി പോലെ കിട്ടുകയും ചെയ്യും. പരത്താനായിട്ട് തടസ്സം വരത്തുമില്ല. നമ്മൾ ഇതുപോലെ തേച്ചെടുത്താൽ അത് ഒരു അടിക്കട്ടിയുള്ളൊരു പാനിലേക്ക് മാറ്റിയിട്ട് 1 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കുക. പഞ്ചസാര അലിഞ്ഞു വരുമ്പം കൂട്ട് കുറച്ച് വെള്ളമായിട്ട് മാറും. അത് കഴിഞ്ഞ് അത് എത്ര കട്ടിയാവുന്നത് വരെ ഇളക്കി അടിയിലും അധികം പിടിക്കാതെ വരട്ടിയെടുക്കുക. ഇപ്പം കൂട്ട് നന്നായിട്ട് പഞ്ചസാര ഉരുകി പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഇത് ഏകദേശം മീഡിയം തീയിലും ചെറിയ തീയിലും വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇപ്പം കട്ടിയായി വരുന്നുണ്ട്. ഇതിൻ്റെ പരുവം എന്ന് പറയുമ്പോൾ ഇപ്പം മാവ് കൂട്ടി വെച്ചിട്ട് ഇപ്പം തവി ഇങ്ങനെ കുത്തി നിർത്തുകയാണെങ്കിൽ ഇപ്പം ചരിഞ്ഞ് വീഴുന്നുണ്ട്.
അങ്ങനെ ആവുമ്പം മാവ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. കുറച്ചും കൂടെ വെന്ത് കഴിയുമ്പം ഇപ്പോൾ ഒന്നും കൂടെ അതുപോലെ കുത്തി നിർത്തി കാണിക്കുമ്പം നന്നായിട്ടത് തവി ഒട്ടും താഴോട്ട് വീഴുന്നില്ല. കയ്യിൽ ഒന്ന് വെള്ളം തളിച്ച് തൊട്ട് നോക്കുകയാണെങ്കിലും കയ്യിലൊട്ടും മാവ് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാവുമ്പം പൂർണ്ണം കറക്റ്റ് പരുവാന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഒരു ചെറിയ ഉരുള ഇതുപോലെ കയ്യിലെടുത്ത് ഉരുട്ടി നോക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റണം. ആ രീതിക്ക് വരട്ടിയെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ബോൾ പോലെ ഉരുട്ടാൻ പറ്റുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒട്ടും പിടിക്കുന്നുമില്ല കയ്യിൽ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പൂർണ്ണം കറക്റ്റ് പരുവാണെന്ന്. കൂട്ട് ഒരു 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോരോ ഭാഗമായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഉരുട്ടുക എന്ന് പറയുമ്പം അത് കുറച്ച് വരണ്ടു പോവും. അല്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുമാകും. അപ്പോൾ ഒരു 7 മുതൽ 10 വരെയുള്ള ബോളി ഒരു ബാച്ചിലായിട്ട് തയ്യാറാക്കുന്ന രീതിയിൽ തയ്യാറാക്കുക. ഈ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മുതന്ന് കിടക്കുന്ന എണ്ണ തന്നെ കയ്യിലൊന്ന് തൂവിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള മാവ് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എലാസ്റ്റിക് പോലെ തന്നെ സ്പ്രെഡായി കിട്ടും. അതിൻ്റെ അകത്തേക്ക് പൂർണ്ണം വെച്ചിട്ട് മാവ് വെച്ച് നന്നായിട്ട് അടച്ച് കൂടുതലുള്ള മാവ് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് കറക്റ്റായിട്ട് മാവ് കൊണ്ട് കവർ ചെയ്ത് വെക്കുക പൂർണ്ണം. ഇല്ലെങ്കിൽ പരത്തുമ്പം പൂർണ്ണം പുറത്തേക്ക് വരും. ആ രീതിയിൽ വരാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് മുകളിലുള്ള മൈദാ മാവ് കൊണ്ട് സീൽ ചെയ്ത് വെച്ചിട്ട് കൂടുതലുള്ള മാവ് എടുത്ത് മാറ്റുകയും വേണം. ഇല്ലെങ്കിൽ സൈഡിലോട്ട് മാവ് കൂടുതലായിട്ട് വരും. ഇതുപോലെ എല്ലാം പൂർണ്ണങ്ങളും തയ്യാറാക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഓരോരോ ഉരുളകൾ അരിപ്പൊടിയിൽ നന്നായിട്ട് പൊതിഞ്ഞ് എത്രത്തോളം അരിപ്പൊടി വേണോ അത്രത്തോളം അരിപ്പൊടി വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഇത് വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് പരത്തുമ്പം ശ്രദ്ധിച്ച് വേണം പരത്താനായിട്ട്, ഇല്ലെങ്കിൽ മുറിഞ്ഞു പോവും. പൊടി തടവി ഇതുപോലെ എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അതുപോലെ കനം കുറച്ച് ബോളി പരത്തിയെടുക്കുക. നമുക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. സാധാരണ പറാട്ട പോലെ ആ രീതിയിലല്ല ഈ ബോളി നമ്മൾ പരത്തിയെടുക്കുമ്പം ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 7 മുതൽ 10 ബോളി വരെ ഇതുപോലെ ഒരു ബാച്ചിൽ നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാം ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇതുപോലെ ബാക്കിയുള്ള ആ ബാച്ചിലുള്ള ബോളികളും കൂടെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ബോളി ചുട്ടെടുക്കാനായിട്ട് പാൻ നല്ല ചൂടായിരിക്കണം. അപ്പോൾ എല്ലാ ബോളിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണത്തോളം പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള പാനിൽ വേണം ബോളി ഇടാനായിട്ട്. ഇത് തിരിച്ചും മറിച്ചും ഇടാനായിട്ട് ഒരുപാട് തിരിച്ചും മറിച്ചും ഇടാൻ പാടില്ല. നമ്മൾ ആദ്യത്തെ സൈഡ് വെന്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് നെയ്യ് മറ്റേ സൈഡിൽ ഇതുപോലെ ഒന്ന് തളിച്ചതിന് ശേഷം തിരിച്ചിടുക. അടുത്ത സൈഡിലും നെയ്യ് ഒന്ന് ശകലം തൂവിയതിന് ശേഷം ആ നെയ്യ് ഒഴിച്ച സൈഡും കൂടെ ഒന്നും കൂടെ വേവിക്കുക. അങ്ങനെ വേവുമ്പം 2 സൈഡും നമ്മൾ ഒരു പ്രാവശ്യമേ തിരിച്ചിട്ടിട്ടുള്ളൂ. ഒന്നുകിൽ അതുപോലെ എടുക്കുക, ഇല്ലെങ്കിൽ തിരിച്ചിട്ടിട്ട് മടക്കിയെടുക്കുക. നമ്മൾ കൂടുതൽ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഈ ബോളി വേവിക്കാൻ പാടില്ല. കുറച്ചും കൂടെ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ എല്ലാ ബോളിയും തയ്യാറാക്കി എടുക്കുക. ബോളി നമ്മൾ കടലപ്പരിപ്പിൽ ശർക്കരയും തേങ്ങയും വെച്ചും തയ്യാറാക്കും. ആ ബോളിയിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്. ഇത് ഒട്ടും കട്ടിയില്ലാത്ത വളരെ ലൈറ്റായിട്ടുള്ള ബോളിയാണ്. ഇപ്പം വലിയ ബോളിയല്ല, ചെറിയ മിനി ബോളിയാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൂർണ്ണം ചെറുതാക്കിയെടുത്ത് ഇതുപോലെ ചെറിയ ബോളിയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുപോലെ ഈ ബോളി തയ്യാറാക്കുമ്പോൾ നമ്മൾ തവി വെച്ച് ഒരുപാട് പ്രസ് ചെയ്ത് വേവിക്കരുത്.
ബോളി പൊടിഞ്ഞു പോകും, അതിൻ്റെ ടെക്സ്ചറും മാറിക്കിട്ടും. ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരോ സൈഡ് ഓരോരോ പ്രാവശ്യം ചുട്ടെടുത്ത് വളരെ ലൈറ്റായിട്ടിരിക്കുന്ന ഈ ബോളി തയ്യാറാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ കാണുമ്പോൾ അറിയാം എത്ര സോഫ്റ്റാണെന്ന്. തൊടുമ്പോൾ തന്നെ നമുക്കത് മുറിച്ച് മാറ്റാൻ പറ്റും. ഈ ബോളിയുടെ കൂടെ പാൽപ്പായസമോ പാലട പ്രഥമനോ ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആണ് ആ കോമ്പിനേഷൻ. ഇന്ന് പാലട പ്രഥമൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഒരു പാക്കറ്റ് പാലടയാണ് എടുത്തിരിക്കുന്നത്. 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഈ പാലടയുടെ കഷ്ണങ്ങളിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് ഏകദേശം അട നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടിക്കാണും. വെള്ളം ഊറ്റിയെടുത്ത് നന്നായിട്ട് കഴുകി എടുക്കണം. ആ കുക്കറിലേക്ക് ഒരു 5 ലിറ്റർ കുക്കറിൽ കൊള്ളുന്ന ഒരു വലിയ പാത്രം എടുത്തിട്ട് കുക്കറിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പായസം ഉണ്ടാക്കാനായിട്ട് 250 ml ഗ്ലാസിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൻ്റെ അകത്ത് ഉള്ള പ്ലേറ്റും കൂടെ വെച്ചതിന് ശേഷം ഏത് പാത്രമാണോ അകത്ത് വയ്ക്കുന്നത് അതിലേക്ക് 1.25 ലിറ്റർ പാല് തിളപ്പിച്ചതും കൂടെ ഒഴിച്ച്, ഇപ്പം 1 ഗ്ലാസ് പഞ്ചസാര ഇടുക, ഇല്ലെങ്കിൽ 2.25 ഗ്ലാസ് പഞ്ചസാര ഇടുക. ഇപ്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു 3/4 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്താണ് ഇന്ന് ഈ പാലട തയ്യാറാക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷേ സദ്യക്കൊക്കെ കിട്ടുന്ന ആ കറക്റ്റ് കളറ് കിട്ടാനായിട്ടാണ് ഇന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് തയ്യാറാക്കി കാണിക്കുന്നത്. പഞ്ചസാര നല്ലോണം അലിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പാലടയും കൂടെ ഇതിലേക്ക് ചേർക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പാത്രം കുക്കറിൻ്റെ അകത്തേക്ക് വയ്ക്കാം. വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് അകത്ത് വെച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഒരു തട്ടം വെച്ചാണ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ തവി ശകലം പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട്. അപ്പോൾ അധികം പാല് പൊങ്ങി വരാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ചിപ്പിൽ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല, അതിൽ ഹോൾസ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വേവിക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും ചെറിയ തീയിൽ 45 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അതിന് ശേഷമാണ് അടപ്പ് തുറക്കേണ്ടത്. ഇപ്പോൾ ശകലം പൊങ്ങി വന്നിട്ടുണ്ട്, എങ്കിലും കളറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറുക്കണം എന്നുണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ച് തന്നെ അതൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം രണ്ടാമത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ പരുവത്തിൽ. ഇപ്പോൾ ശകലം വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവ ഗ്യാസിൽ വെച്ച് ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് പാലട പ്രഥമൻ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. കുക്കറിലാവുമ്പോൾ നമുക്ക് ഒരുപാട് പണി ചെയ്യാതെ തന്നെ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിലും കളറിലും പാലട പ്രഥമൻ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ എല്ലാവരും കുക്കറിലൊന്ന് ഇപ്രാവശ്യം പാലട പ്രഥമൻ തയ്യാറാക്കി നോക്കുക. ബോളിയുടെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. പാൽപ്പായസമാണെങ്കിലും ശരി, പാലട പ്രഥമനാണെങ്കിൽ പാൽപ്പായസത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ബോളിയും അതിൻ്റെ മുകളിൽ ട്രിവാൻഡ്രത്ത് മിക്ക സദ്യയിലുമുള്ള ഒരു കോമ്പിനേഷനാണ് ബോളിയും പായസവും. അത് പാൽപ്പായസമാണെങ്കിലും നല്ലതാണ്, പാലട പ്രഥമനാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.